ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ്സ്, കാര്യങ്ങൾ ഇതെല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Chariot, High Priestess, 5 of Wands, Strength, 9 of Pentacles, the Magician, King of Pentacles, 3 of Pentacles, 4 of Swords, Page of Cups, 4 of Cups, 7 of Pentacles, 5 of Swords, 2 of Cups, the Star, 9 of Swords, Justice, 8 of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന കിങ് ഓഫ് സോൾസ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 9 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, 4 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെ ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും വളരെ ഡിപ്രഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധത്തെ കുറിച്ച് ഓർത്ത് വളരെയധികം വേദനിക്കുന്ന ഒരു അവസ്ഥ ഇത് തന്നെയാണ് ഇവരെ കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പൊ ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്താണോ ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു ദിവസം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറ്റബോധം അവരെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്ന ഒരു അവസ്ഥയാണ്. ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അതിന് കാരണമുണ്ട്, 5 ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഇവരുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ ഒരുപാട് ട്രസ്റ്റ് കൊടുത്ത് വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്നൊക്കെ വലിയ രീതിക്ക് ഇവർക്കൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. തിരിച്ചടി എന്ന് പറയുമ്പോഴേക്കും അവരെ ഉപദ്രവിക്കുക, ചീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളിൽ പോലും വ്യത്യസ്തത. എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ ഇവർക്കൊരു ആവശ്യം വന്നപ്പോഴേക്കും തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ മുഖവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളെ കുറിച്ച് ഇവർ ആഴത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ എന്തായാലും പറയാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ചാരിയറ്റ് എനർജിയാണ്. ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും മനസ്സുകൊണ്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാത്തിലേക്കും വീണ് അങ്ങനെ ഡൗൺ സ്റ്റേജിൽ പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയല്ല. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു തിരിച്ചടികൾ ഒരു തിരിച്ചറിവുകളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നതും. നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫാമിലിയോ എങ്ങനെയാണോ നിങ്ങളുടെ കൂടെ ചുറ്റി നിൽക്കുന്ന ആൾക്കാർ
അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർ അതൊന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ മേലെ പഴിചാരിയിട്ട് നിങ്ങളുടെ തോന്നലാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയവരാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് സ്വയം അത് ഇവരുടെ കൺമുന്നിലേക്ക് വെളിപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവര് തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് കുറച്ചൊരു value നൽകാമായിരുന്നു, അല്ലെങ്കിൽ വില കൊടുക്കാമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധത്തെ കുറിച്ച് ഓർത്തിട്ട് വളരെയധികം painful ആയ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ magician energy വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു person ഇപ്പൊ നിങ്ങളെ തന്നെ ഒരുപാട് manifest ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് attract ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ relationship ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരിലേക്ക് ഭയങ്കര ഒരു addiction ഓ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ മാറി നിൽക്കുന്നവരാണ്. move on ചെയ്തു എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരുടെ പുറകെ ഇപ്പൊ chase ചെയ്തൊന്നും പോവാറില്ല. എന്നാൽ മിണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു less contact ഒക്കെ keep ചെയ്യുന്നവരായിരിക്കാം. completely ഒരു breakup ലേക്ക് ഒന്നും പോയിട്ടുണ്ടാവില്ല. വല്ലപ്പോഴും ഒക്കെ മിണ്ടുന്ന ഒരു അവസ്ഥ, എന്നാൽ ഭയങ്കരമായിട്ട് avoiding കാര്യങ്ങൾ, ചിലപ്പോൾ no contact situation തന്നെ മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കും. അങ്ങനത്തെ situation ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരുപാട് chase ചെയ്ത് പോവാത്ത ഈ ഒരു അവസരത്തിൽ അവർക്കൊരു ഭയം ഇവിടെ വന്നിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു person നിങ്ങളെ manifest ചെയ്യുന്നത്. വെച്ചാൽ അവരുടെ ലൈഫിലേക്ക് attract ചെയ്യുക. manifest ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു proper ആയിട്ടുള്ള ആ ഒരു രീതി എന്നുള്ളത് മാത്രമല്ല, പ്രാർത്ഥന. വിശ്വസിക്കുന്ന ആ ഒരു divine connection ൽ ഭയങ്കരമായിട്ട് pray ചെയ്യുക. high priestess ആണ്. സ്വന്തം intuition അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങളായിട്ട് തന്നെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. ഇവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കാര്യത്തിൽ അവർ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ego അതിനെ പൂർണ്ണമായിട്ടും അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ ഒരു എനർജി വേരിയേഷൻസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ഭയങ്കരമായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന person നിരന്തരമായിട്ട് നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക, അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇവർ എത്രത്തോളം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റെന്തൊക്കെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സാധിക്കുന്നില്ല. വീണ്ടും 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 ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അതുമൂലം നെഞ്ചിന് ഭയങ്കരമായിട്ടൊരു ഭാരം കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് ഇങ്ങനെ കണക്ട് ആവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. ഈ ഒരു person, ഈ ഒരു spread ൽ വന്നിരിക്കുന്ന person തീർച്ചയായിട്ടും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അവർക്ക് നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകണം. നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധത്തിന്റെ strength ഒക്കെ വീണ്ടെടുത്ത് മനോഹരമായിട്ട് തന്നെ ഈ relationship മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു thought ലാണ്. അതിന് സ്വയം effort എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് effort എടുക്കാൻ തയ്യാറ് തന്നെയാണ്. എങ്കിലും നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. relationship ൽ ആ ഒരു കഴിഞ്ഞു പോയ നാളുകളൊക്കെ ഓർത്തോർത്തെടുത്ത് miss ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിലൊക്കെ ഒരു സന്തോഷം അവരിപ്പോ തിരഞ്ഞു കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു relationship ആ ഒരു no contact ലേക്ക് അല്ലെങ്കിൽ ആ avoiding situation ലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് focus ചെയ്യാതിരുന്ന അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാതിരുന്ന person ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരായിട്ട് ഇപ്പൊ നിങ്ങളുടെ relationship ൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു moment ഉണ്ടെങ്കിൽ പോലും അതുപോലും ഓർത്തെടുത്ത് ആ ഒരു happiness അവിടെ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ ഈ relationship ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ സ്വയമേ വിലയിരുത്തുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം അവരുടെ ചുറ്റിലും നിന്ന വ്യക്തികൾ ആരൊക്കെയാണ് നല്ലവര്, ആരൊക്കെയാണ് ചീത്തവര്, ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭയങ്കരമായിട്ട് ആ ഒരു കുറ്റബോധം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കുറ്റബോധത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് കടക്കാനും നിങ്ങളുടെ relationship ൽ അവരായിട്ട് പകുതി വെച്ച് നിർത്തിയിട്ട് പോയ ആ ഒരു കാര്യങ്ങൾ ഇനി സ്വയം initiative എടുത്ത് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്ന് പൂർണ്ണതയിലേക്ക് എത്തിക്കുക. ഒരു ചെടി വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇട്ട് അതിനെ വളർത്തിയെടുക്കുക. അതുപോലെയാണ് relationship എന്ന് പറയുന്നത്. അതിന് വേണ്ട വളവും മണ്ണും എല്ലാം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെടി അല്ലെങ്കിൽ ആ ഒരു relationship എന്ന് പറയുന്നത് മുരടിച്ച അവസ്ഥയിലേക്ക് ആയിപ്പോകും. അപ്പൊ നിങ്ങളുടെ ബന്ധം പകുതി വെച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു വളർച്ചയെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊ ഇവര് തന്നെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ plan ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം intelligent ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിപൂർവ്വം
എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അതിലൊരു വിജയം വേണം എന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇവിടെ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഇവർക്ക് ഒരു സൈഡ് കൊണ്ട് നിങ്ങളോട് എത്രത്തോളം സ്നേഹം ഇഷ്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും മറു സൈഡ് കൊണ്ട് വളരെ വലിയ രീതിക്ക് ഒരു ഭയം ഇവരെ അലട്ടുന്നുണ്ട്. കാരണം അവർ ചിലപ്പോ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടൊക്കെയുള്ള വ്യക്തികളായിരിക്കും. പറയാൻ പറ്റാത്ത വാക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോയ സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഒക്കെ കാര്യം. നിങ്ങൾ ആ ഒരു കാര്യമൊക്കെ ഇവരോട് പറയാൻ തുനിഞ്ഞ സമയത്തൊക്കെ നിങ്ങളെയാണ് ഇവർ കുറ്റപ്പെടുത്തിയത്. അപ്പൊ അതൊക്കെ ഇനി വീണ്ടും നിങ്ങളിലേക്ക് വന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഭയം ഇവർ അലട്ടുന്നുണ്ട്. എങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. കാരണം ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാറ്റങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധം നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ കൈവന്നിട്ടുണ്ട്. ഹോപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഫ്രീഡം ഒന്നും തരാതെ നിങ്ങൾക്കൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ബ്രേക്ക് ചെയ്യുക. ഇനി അങ്ങനത്തെ ഒരു ബൗണ്ടറീസോ കാര്യങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ട എന്നുള്ള രീതിക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനസികപരമായിട്ട് സ്വയം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണിത്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു വെളിച്ചം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. എത്ര കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് അത് എടുക്കുക. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം. അതുപോലെ പലപ്പോഴും നിങ്ങളോട് പ്രകടിപ്പിക്കാതിരുന്ന സ്നേഹം അതൊക്കെ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കുക തന്നെ വേണം. ഇവരെന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയല്ല. അവരുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പൂർണ്ണമായിട്ട് എല്ലാം ഒന്നും എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ ഉള്ളൊരു പേഴ്സൺ അല്ല. പക്ഷേ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം മുഖേന ബന്ധം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി പോയിരിക്കുന്നത് കൊണ്ടിട്ടും അവരുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ഭാഗം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ അവര് ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ വളരെ സത്യസന്ധമായിട്ട് വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും വേണം. കൺമുന്നിൽ തെളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ളൊരു കാരണം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇവരുടെ കൺമുന്നിലേക്ക് തെളിയാനുള്ള ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റത്തിന്റെ പ്രധാന കാരണം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാലും വളരെ പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും ഇതിനകത്തൊരു ചേഞ്ച് സംഭവിക്കും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കർമ്മ അവരത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പറയേണ്ടത് പുറത്തു നിന്നുള്ള വ്യക്തികൾ ഭയങ്കര ഹാർഡായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരത് വിശ്വസിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇവർ എന്നെങ്കിലും അത് തിരിച്ചറിയും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത്രയും ഈ ഒരു യൂണിവേഴ്സൽ പവറിനെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ കണക്ഷനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയവരാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. എത്രത്തോളം നിങ്ങൾ വേദനിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ പ്രധാന കാരണമായിട്ട് പറയേണ്ടത്. അവരിപ്പൊ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കുറച്ച് നാളുകളായിട്ടേ ചെയ്യുന്നവരാണ്. ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മനസ്സിടറി പോകുന്ന പല അവസരങ്ങൾ വന്നിട്ടും നിങ്ങൾ അതിനെയെല്ലാം വളരെ ഒരു ഹോപ്പ് വെച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയവരാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും ഇത് കുറച്ച് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക കേട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് അനുഭവയോഗ്യമാകാനായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുപോലെ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കംഫർട്ട് സോൺ ആയിട്ട് ഇവരിപ്പോ നിങ്ങളെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവരിൽ നിന്നും ആ ഒരു കുത്തുവാക്കുകളാണെന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും കണ്ട് മനസ്സിലാക്കിയ ഒരു സമയത്ത് അവർക്ക് നിങ്ങളാണ് അവരുടെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ ഏറ്റവും കൂടുതൽ ഓക്കെ ആയിരുന്നു എന്നുള്ള ഒരു തോട്ട് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ്.
അവരുടെ ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. ആ ഒരു ഹൃദയത്തിലേക്ക് നിങ്ങൾ എത്രയും വേഗം കടന്നു വരികയും വേണം. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം അവർ നിങ്ങൾക്ക് തരാനും അതിലൂടെ ഈ ഒരു ബന്ധത്തിൽ നീതി പുലർത്താനും തയ്യാറെടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ നീതിപൂർവ്വം ബന്ധത്തെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മനസ്സിലേക്കാണ് നിങ്ങളുടെ വ്യക്തി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവർ നീതിപൂർവ്വം ഇപ്പൊ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യ സമയത്ത് അവർ നീതിപൂർവ്വം പെരുമാറിയിട്ടില്ല. അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത് അതിനെല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുകയാണ്. പൂർണ്ണമായിട്ടും എല്ലാം റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് സറണ്ടർ ആവുക. അതാണ് ആ ഒരു സ്ട്രെങ്ത്. അവരുടെ ഈഗോ കാര്യങ്ങൾ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് സറണ്ടർ ആകാനും മുന്നോട്ടേക്ക് നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ച് നടക്കാനും ആ ഒരു മൈൻഡിലേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടിയൊക്കെ വേദനിക്കുന്നുണ്ട്. ഒരു ഡൗൺ സ്റ്റേജിലേക്കൊക്കെ പോകുന്നുണ്ട്. നെഗറ്റിവിറ്റി ഒക്കെ കംപ്ലീറ്റ്ലി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു നെഗറ്റിവിറ്റിയിൽ ഇരിക്കാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു അപ്രതീക്ഷിതമായിട്ട് കൂടെ നിന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഈ ഒരു തിരിച്ചടി വന്നെങ്കിലും അവർ ആ ഒരു ഡൗൺ സ്റ്റേജിൽ ഇരിക്കുന്നില്ല. അവർ ഉടനെ ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു മൈൻഡിലേക്കാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. പേടിയുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് വരുന്ന വ്യക്തികളാണ്. അതുപോലെ ഇവരിപ്പോ നിങ്ങൾ ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിപൂർവ്വം അന്വേഷിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും ഇവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശ്രമിക്കുന്ന അവസരത്തിൽ ഇവർ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോഴും നിങ്ങൾ ഇവരെ മറന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല. ആ ഒരു ഉറച്ച വിശ്വാസവും ആ ഒരു കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ സന്തോഷവും നൽകുന്നുണ്ട്. സന്തോഷവും സങ്കടവും ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ഇവർക്ക് വരുന്നത്. ഒരു സൈഡ് കൊണ്ട് നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടും ഇപ്പോഴും നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൊണ്ടുള്ള സന്തോഷം. മറു സൈഡിൽ അവർക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളോട് പ്രവർത്തിക്കേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു സമയത്തൊന്നും ഒരു വാല്യൂവും ഇവർ നൽകിയിരുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ ഉള്ള കുറ്റബോധവും. അപ്പൊ ആ ഒരു കുറ്റബോധത്തിലൂടെ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതാണ് ഇവരുടേത്. ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് സിറ്റുവേഷനിൽ ഒരു ലോ എനർജി ഭയങ്കരമായിട്ട് വന്ന് നിൽക്കുന്ന വ്യക്തികളല്ല. ലോയിലേക്ക് പോയാലും അതിനെ ഭയങ്കര കാര്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഇവരുടെ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തൊക്കെ വന്നാലും തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു മനസ്സുള്ള പേഴ്സൺ ആണ് ഇവര്. അപ്പൊ ആ ഒരു കാര്യം അവർ ജെന്യുവിൻ ആയിട്ട് അല്ലെങ്കിൽ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ പോകുന്നത് ഈ ഒരു സമയത്താണ്. ആദ്യ സമയത്തൊക്കെ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് അതൊക്കെ ഫോക്കസ് ചെയ്ത് മാറി മാറി പോയിട്ടുണ്ട്. അത് മുഖേനയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതിക്കാണ്. നിങ്ങൾക്ക് ഇവർക്ക് നിങ്ങളും അത്രയും ഭയങ്കരമായ ഒരു കംഫർട്ട് സ്പേസ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ജേർണി പകുതി വെച്ച് വന്നപ്പോ മറ്റു പല വ്യക്തികൾ കടന്നു വന്നു, സിറ്റുവേഷൻസ് കടന്നു വന്നു, ഈഗോ കടന്നു വന്നു. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പകുതി വെച്ച് മുറിഞ്ഞു പോയതാണ്. അപ്പൊ അത് അങ്ങനെ മുറിഞ്ഞു പോകേണ്ട ഒരു ബന്ധമല്ല എന്നുള്ളത് അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം മുന്നിട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഘടന വീണ്ടെടുക്കുക. ഘടന വീണ്ടെടുത്തതിന് ശേഷം ആ ഒരു പഴയ പാറ്റേണിലേക്ക് തന്നെ കൊണ്ടുവരണം. ഹേർട്ട് ചക്രയൊക്കെ വളരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സമയമാണ്. ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഈ ഒരു പേഴ്സന്റെ ഹേർട്ട് ചക്ര ഓപ്പൺ ആവുന്നുണ്ട്. സേക്രൽ ചക്രാസ് എല്ലാം ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ടുള്ള വ്യക്തികളാണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുതലേ അങ്ങനെ ആയിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കാം ഇവർ അങ്ങനെ ആയത്. ഇവിടെ നിലവിൽ ഇവർ എന്തായാലും സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രേ ചെയ്യുന്ന എനർജിയിലേക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയിലേക്ക് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ട്രസ്റ്റ്, ഹോപ്പാണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു ബന്ധത്തെ ഇപ്പൊ മുന്നോട്ടേക്ക് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ് ഇപ്പൊ അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു വളർച്ച ഉണ്ടാകും. അതായത് ഈ ഒരു ബന്ധത്തിന് മുന്നോട്ടേക്കൊരു ലൈഫ് ഉണ്ടാകും. ഇനി അല്ല അവരൊന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കും പോകും. ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്.
നിങ്ങളുടെ ആ ഒരു ഒരുമിച്ചുള്ള ആ ഒരു കാര്യങ്ങള്, നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയം, ഒരുമിച്ച് travel ചെയ്തത്, food കഴിച്ചത്, പാട്ട് കേട്ടത്, എന്തൊക്കെയാണോ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു moments, അതെല്ലാം ഭയങ്കരമായിട്ട് ഓർത്തോർത്ത് വേദനിക്കുന്ന ഒരു അവസ്ഥ. ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്കൊരു happiness നൽകുന്നില്ല. അവർക്കിപ്പോ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഒരു presence ആണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു presence എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന support തന്നെയാണ് ആ ഒരു രീതിയിൽ അവർക്ക് miss ചെയ്യാനുള്ള കാരണം. ഒട്ടും support കൊടുക്കാത്ത ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ഈ രീതിക്ക് miss ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ support ഉം caring ഉം തീർച്ചയായിട്ടും അത്രയ്ക്കും ഭയങ്കരമായിട്ട് value കൊടുക്കുന്ന ഒരു person ആണ്. ഇപ്പോ ഒരു സമയത്ത് അവർ കൊടുത്തിട്ടില്ല. ആദ്യ സമയത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ അവരുടെ life ലേക്ക് select ചെയ്യാൻ കാരണം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റവും സ്നേഹവും ഒക്കെ കണ്ടിട്ട് തന്നെയായിരിക്കും. അവരുടെ life ൽ നിങ്ങൾ സ്നേഹിച്ചതുപോലെയൊന്നും അവരാരും സ്നേഹിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി ആയതുകൊണ്ടിട്ട് അവർക്ക് ഇപ്പോ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരണമെന്നും നിങ്ങളുമായിട്ടുള്ള relationship ൽ ഒരു growth വേണം, എല്ലാ കാര്യങ്ങളും clear ചെയ്തതിന് ശേഷം എല്ലാ രീതിക്കും ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ഒരു toxic ആയിട്ടൊക്കെ behave ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഇവർ ഒരുപാട് വേദനിക്കുകയും ഒരുപാട് forgiveness ആ ഒരു ക്ഷമാപണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ എനർജിയിലേക്ക് ഭയങ്കരമായിട്ട് attract ആകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ നിങ്ങളെയും attract ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും equal ആയിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട്, അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു person life ലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും ആ ഒരു divine time ആയപ്പോൾ നിങ്ങളെയും ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ universe ന്റെ ഭാഗത്ത് നിന്നും, അതാണ് ആ ഒരു hope എന്ന് പറയുന്നത്, നിങ്ങളുടെ ബന്ധത്തിൽ വളരെ positive ആയിട്ടുള്ള മാറ്റങ്ങളാണ് കടന്നു വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ person ന്റെ ഇപ്പോഴത്തെ thoughts നിൽക്കുന്നത്. ഒരു renewal തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു reconciliation നിങ്ങളുടെ ബന്ധത്തിൽ നടത്തിയതിന് ശേഷം അതുപോലെ A to Z എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു A to Z കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വളരെയധികം clarity യോട് കൂടി തന്നെ പറയണം. എല്ലാ സത്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. ഇതുവരെ നിങ്ങളോട് പറയാതിരുന്ന എന്തെങ്കിലുമൊക്കെ situations ഓ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ positive ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് ഒരു fresh start ചെയ്യുക. ആ ഒരു past എന്ന് പറയുന്നത് നിങ്ങളുടെ relationship നെ ഇനി present ലേക്കോ future ലേക്കോ ഒന്നും effect ചെയ്യാൻ പാടില്ല. past past ആയിട്ട് തന്നെ കഴിഞ്ഞു പോകണം. ഇനി അത് മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. okay. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ person ന്റെ ഇപ്പോഴത്തെ ഒരു thoughts കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ അവരുടെ situation ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾ തമ്മിൽ ഒരു strong ആയിട്ടുള്ള connection ഉണ്ട് എന്നുള്ളത് ഇവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു offer തരിക, വീണ്ടും നിങ്ങളെ propose ചെയ്ത് നിങ്ങളുടെ life ലേക്ക് വന്ന് ആ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് ഒരു വളർച്ചയിലേക്ക് എത്തിക്കുക. okay. അപ്പോൾ വളരെ positive ആയിട്ട് think ചെയ്യുന്ന ഒരു person ആണ്. അവരുടെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു reading എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു situation ആണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. situation എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ കുറ്റബോധം എന്ന് പറയുന്ന കാര്യവും വേദനയും കാര്യങ്ങളും പിന്നെ അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ അവരെ ഒരു down stage ലേക്ക് എത്തിക്കുന്നുണ്ട്. എങ്കിലും ഭയങ്കരമായിട്ട് ഒരു ഉരുകി നിൽക്കുന്ന അവസ്ഥയല്ല ഇവർ. കാരണം ഇവർക്ക് ഒരുപാട് hope വെച്ച് ഇവർ മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാര്യങ്ങൾക്കൊക്കെ ഒരു clarity വന്നിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന person ആയതുകൊണ്ടിട്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരുടെ എനർജിനെ increase ചെയ്ത് വളരെ positive ആയിട്ടുള്ള ഒരു mindset ഓട് കൂടി നിങ്ങളുടെ ബന്ധത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പൊ no contact situation ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു block കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം completely മാറ്റിയിട്ട്, ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഭയങ്കരമായിട്ടും ഒരു ചാടിക്കേറി ചെയ്യുന്ന വ്യക്തികളല്ല. 10 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് plan ചെയ്തതിന് ശേഷം ഓരോ കാര്യങ്ങളും move ചെയ്യുകയാണ്. okay. അപ്പോൾ ആ ഒരു communication ലെ വിജയം നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ person നിങ്ങളെ communicate ചെയ്യാനുള്ള സാധ്യതയുണ്ട്, contact ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊരു message ആയിട്ടായിരിക്കാം. അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ block മാറ്റുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇവർക്ക് ഒരു ego ഉള്ളതുകൊണ്ട് ഞാൻ already പറഞ്ഞായിരുന്നു, ഇവർ ആദ്യമേ നിങ്ങൾ അങ്ങോട്ട് മിണ്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ block ഒക്കെ മാറ്റിയിടും, നിങ്ങൾ അവരിലേക്ക് മിണ്ടുമോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്, test ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ അവർ സ്വയം effort എടുക്കുകയും ചെയ്യും. കാരണം അതും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് try ചെയ്ത് നോക്കുക, നിങ്ങളായിട്ട് വരണമെങ്കിൽ വരട്ടെ. അതിനാണ് ആ ഒരു manifest ഒക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അനങ്ങുന്നില്ല എന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും അനങ്ങാതിരിക്കില്ല. തീർച്ചയായിട്ടും അവർ ഇതിനകത്ത് പ്രവർത്തിക്കാൻ തന്നെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ബന്ധം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു person തന്നെയാണ്.
വളരെയധികം പാഷനേറ്റ് ആയിട്ട് ഇതിനൊരു സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ ഇതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരണം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് ഈ ഒരു ബന്ധത്തിനെ വളരെയധികം ബാലൻസിങ്ങോട് കൂടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ വേണം. അതുപോലെ ക്ഷമാപണ നടത്തിയുടെ കാര്യങ്ങളിൽ അവരെന്ത് റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, എത്ര ഈഗോ കാര്യങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിലും തുറന്നുകൊണ്ട് തന്നെ, അതായത് മനസ്സ് തുറന്ന് തന്നെ നിങ്ങളോട് ക്ഷമ നേരിട്ട് തന്നെ ചോദിക്കുക, ആ ഒരു മൈൻഡിലൊക്കെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സും അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് എന്നുള്ളതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഈ ഒരു സമയം നമുക്ക് ആ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും ഈ ഒരു പേഴ്സണുമായിട്ടൊക്കെ ക്ലൂസിന് എത്രമാത്രം കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നോക്കണം. ഡി എന്നൊരു ലെറ്റർ, കൊല്ലം 44, കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 40, കാലിക്കറ്റ്, ലിയോ സോഡിയാക് സൈൻ ആണ്, എറണാകുളം, എം എന്നൊരു ലെറ്റർ, മെയ് എന്നൊരു മന്ത്, മൂലം 1968, വി എന്നൊരു ലെറ്റർ, ജി 31, 38, ഏപ്രിൽ മന്ത് 37, കോട്ടയം 35, within 3 months 19, 1986, ഉത്രം, ഡിസംബർ മന്ത് 1990, ജൂൺ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.